ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കും ഈ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിൻ ഉൾക്കണങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. നമസ്കാരം. ഞാനെന്നുള്ളത് പൂതക്കുളം ചെമ്പകശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇന്ന് ഈ വിദ്യാലയം ഒരു അപൂർവ സംഗമത്തിന് വേദിയാവുകയാണ്. 1972-73 കാലഘട്ടത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഈ വിദ്യാലയത്തിൻ്റെ പടിയിറങ്ങിപ്പോയ ആ സഹപാഠികൾ ഏതാണ്ട് 52 വർഷത്തിന് ശേഷം ഇന്ന് വീണ്ടും അതേ സ്കൂളിൽ സംഗമിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ കടന്നുവരവ് തന്നെയാണ് ഈ ഒരു അപൂർവ സംഗമത്തിന് കാരണമായത് എന്ന് തീർത്തും പറയാം. ചെമ്പകപ്പൂവ് എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുകയും വളരെ നാളത്തെ പരിശ്രമ ഫലമായി പല പ്രദേശങ്ങളിലും പല ദേശങ്ങളിലും താമസമാക്കിയവരെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഈ ഒരു സംഗമം ഇന്നിവിടെ നടത്തുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഈ ഒരു സംഗമത്തിലേക്ക് എത്തിയ എല്ലാ ചങ്ങാതിമാർക്കും ആശംസകൾ നേർന്നു. ഈ മനോഹരമായ നിമിഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. മൗന പ്രാർത്ഥന. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. ആദരണീയരായ അധ്യാപകർക്കും നമ്മുടെ സഹപാഠികൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമ്മുടെ കൂടെ പഠിച്ച സഹപാഠികളും നമ്മെ പഠിപ്പിച്ച ബഹുമാന്യരായ അധ്യാപകരും നിരവധി പേർ മരണപ്പെട്ടിട്ടുണ്ട്. അധ്യാപകരായ സുരേന്ദ്രൻപിള്ള സാർ, ശശികുമാർ സാർ, പ്രഭാകരൻ സാർ, രവീന്ദ്രൻപിള്ള സാർ, ഗോപി സാർ, ബാബു സാർ, കുഞ്ഞികൃഷ്ണപിള്ള സാർ, വാസുദേവൻ സാർ, വിലാസിനിയമ്മ സാർ. സഹപാഠികളായ ശ്രീകുമാർ, ശോഭന, ഓമന, നൈനാംബിക, നഷീദ ബീഗം എന്നിവരാണ്. പലരെയും വിട്ടുപോയിട്ടുണ്ടാകാം. അധ്യാപകരായിരുന്നാലും നമ്മുടെ കൂടെ പഠിച്ചവരും പലരും വിട്ടുപോയിട്ടുണ്ടാകാം. അവരെ എല്ലാം ഈ അവസരത്തിൽ നമ്മൾ സ്നേഹത്തോടെയും ആദരവോടെയും ഓർക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നെ അർപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ശ്രീമതി അഡ്വക്കേറ്റ് ഷൈലാമണിയാണ് ഇതിന് ചുക്കാൻ പിടിച്ച് ഈ വയസ്സാകാലത്ത് നമ്മളെല്ലാം കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുവന്നത്. അതിന് പ്രത്യേകം നന്ദി ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുകയാണ്. ഇവിടെ എല്ലാ ജോലി തിരക്കും മാറ്റിവെച്ച് എത്തിച്ചേർന്നിട്ടുള്ള
പ്രിയപ്പെട്ട സഹപാഠികൾ ഓരോരുത്തരെയും, അതുപോലെ അവരുടെ കുടുംബാംഗങ്ങളെയും, ശൈലജ പറഞ്ഞതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ, പിന്നെ നമുക്ക് വേണ്ടി ഫോട്ടോ എടുക്കുന്ന നമ്മുടെ സഹപാഠി രാജീവ്, എല്ലാ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു അരനൂറ്റാണ്ടിന് ശേഷം ഉള്ള കൂടിച്ചേരലാണ്. അതിൻ്റെ ഒരു വൈകാരികതയും ആ ഒരു സന്തോഷവും ഓരോ മുഖങ്ങളിലും ഞാൻ കാണുന്നു. ആ 52 വർഷങ്ങളെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അല്ല, ഒരു മനുഷ്യായുസിനെ സംബന്ധിച്ച് തന്നെ വളരെ ദീർഘമായ കാലയളവാണ്. 10ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ പിരിഞ്ഞ ശേഷം എന്തൊക്കെ സംഭവിച്ചു? കാലം കുലംകൊത്തി ഒഴുകി. നമ്മളൊക്കെ പല പല കഷ്ടനഷ്ടങ്ങളും വേദനകളും യാതനകളും ദുരന്തങ്ങളും അതുപോലെ തന്നെ വേർപാടുകളും എല്ലാം നമ്മൾ അനുഭവിച്ചു. സന്തോഷങ്ങളും അത് മിക്കവാറും വളരെ കുറച്ചായിരിക്കും. വള്ളത്തോള് പറഞ്ഞിട്ടുള്ളതുപോലെ കാലം അതിൻ്റെ കനത്ത കരങ്ങളാൽ ലീലയാൽ ഒന്ന് പിടിച്ചു കുലുക്കിയാൽ താനേ ചിതറി കൊഴിഞ്ഞു പോവും പാദപൂക്കളാം താരങ്ങൾ കൂടി. അത്രയുള്ളു. വളരെ നൈമിഷികമാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം. ഈ ചെമ്പകപ്പൂ എന്നുള്ള ഈ ഗ്രൂപ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ. ശരിക്കും പറഞ്ഞാൽ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ ഇങ്ങനെ ഇത്രയും പേര് ഇതിനകത്ത് ചേർക്കാൻ പറ്റുമെന്നും ഇത്ര പെട്ടെന്ന് ഒരു മീറ്റിംഗ് വിളിക്കാൻ കഴിയുമെന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ഇത് വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ ആദ്യത്തെ പേര് 5 പേര് എൻ്റെ ബന്ധു കൂടിയായ വിജയകുമാരിയാണ് തന്നത്. ആ 5 പേരും പിന്നെ ചേർന്നവരെല്ലാ പേരും വളരെ ആവേശപൂർവ്വം ഈ ഒരു ദൗത്യം ഏറ്റെടുത്തു. അതിൻ്റെ വിജയമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഓർമ്മകളുടെ ഒരു പൂക്കാലമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആ 72 കാലഘട്ടത്തിലെ SSLC ബാച്ചിലെ വിദ്യാർത്ഥികളുടെ ആ ഓർമ്മകളിലേക്കാണ് ഇവിടെ അധ്യക്ഷയുടെ പ്രഭാഷണത്തിലും ആ കാര്യങ്ങളാണ് ഇവിടെ പങ്കുവച്ചത്. ഞാനും ഈ സ്കൂളിലെ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. RHN സാർ ഈ സ്കൂള് സ്ഥാപിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മളൊരു പക്ഷേ വളരെ ദൂരെ പോയി പഠിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു. തൊട്ടടുത്ത് പിന്നെ ഉള്ളത് പൂതക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളാണ്. പിന്നെയുള്ള ആളുകളെല്ലാം പോയിരുന്നത് അന്നത്തെ കാലത്ത് വർക്കല സ്കൂളിലാണ് കൂടുതൽ ആളുകളും അന്നത്തെ കാലഘട്ടത്തിൽ പഠിച്ചിരുന്നത്. വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ തല നിരയ്ക്കുവതല്ലൻ വാർദ്ധക്യം എന്ന് പറയുന്നത് പോലെ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികൾ വളരെ ചുരുക്കോടെ ചെയ്യാൻ കഴിയുന്നതാണ് നമ്മുടെ യുവത്വം എന്ന് പറയുന്നത് പോലെ നമുക്ക് കൂടുതൽ കരുത്തോടു കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിങ്ങളുടെ അനുവാദത്തോടുകൂടി നിർവഹിച്ചதை അറിയിച്ചുകൊണ്ട് വാക്കുവച്ചിരിക്കുന്നു.
പക്ഷേ ഞാൻ വിമലൻ തന്നെ, പഴയ വിമലൻ തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. എല്ലാവരെയും ഇവിടെ കൂടി കാണാൻ പറ്റില്ല. എനിക്ക് അത് സന്തോഷം കൊണ്ടുവന്ന കരച്ചിലാണ്. ഞാനും ശൈലാമണിയാണ് ഇതിൻ്റെ പിന്നിൽ, മുൾക്കരാജ്, ഞങ്ങൾ മൂന്നുമാണ് ഇതിന് ഒരു 90% ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റി. ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും? ഞാൻ ചിലപ്പോൾ ഒരു 32 കൊല്ലം കൂടി ജീവിച്ചിരിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണാനും നിങ്ങളുമായിട്ട് കുറേ സമയം ചെലവഴിക്കാനും സാധിച്ചതിൽ എനിക്ക് അങ്ങേയറ്റത്തെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള കൂട്ടായ്മ ഉണ്ടാകണമെന്ന് ഞാൻ വളരെയേറെ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ആരെയും, ചിലരുടെയൊക്കെ മുഖമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പേര് പറഞ്ഞാൽ പെട്ടെന്ന് ഓർക്കത്തില്ല. ആളിനെ കാണുമ്പോഴാണ് ഇന്നാരാണല്ലോ എന്നിങ്ങനെ ഓർക്കും. എൻ്റെ അച്ഛൻ്റെ ഓർമ്മ പുതുക്കുവാൻ വേണ്ടി നിങ്ങളുടെ കൂട്ടായ്മ ഉപകരിച്ചതിൽ എനിക്ക് വളരെ വളരെ സന്തോഷം. കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞുപോയ രാഗം കടലിനക്കരെ. കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞുപോയ രാഗം കടലിനക്കരെ. ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ. ഹൃദയരാഗതൻ